റഷ്യ യുക്രൈൻ വിഷയത്തിൽ ഏതാണ്ട് ചർച്ചകൾ പൂർത്തിയാകുമ്പോഴേക്കും അവശേഷിക്കുന്ന മറ്റൊരു പ്രതിസന്ധി കരിങ്കടൽ വെടിനിർത്തലിന്റെ കാര്യത്തിലാണ്. അതിനായുള്ള ചർച്ചകൾ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ പുരോഗമിക്കുകയാണെന്നാണ് ചർച്ചാ സംഘത്തിലെ അമേരിക്കയുടെ പ്രതിനിധി സംഘം പറയുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ചർച്ചകളാണ് സാങ്കേതിക ചർച്ചകൾ എന്നറിയപ്പെടുന്നത്. വൈറ്റ് ഹൗസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിലെ സീനിയർ ഡയറക്ടർ ആൻഡ്രൂ പീക്കും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ മൈക്കൽ ആന്റണുമാണ് അമേരിക്കയുടെ പക്ഷത്തെ നയിക്കുന്നതെന്നാണ് വിവരം. കരിങ്കടലിൽ സമുദ്ര വെടിനിർത്തൽ കൈവരിക്കുക, അതുവഴി സ്വതന്ത്രമായ ഷിപ്പിംഗ് സാധ്യമാക്കുക എന്നതാണ് ആ ചർച്ചകളുടെ ലക്ഷ്യമെന്ന് വൈറ്റ് ഹൗസ് തന്നെ പറയുന്നു. അമേരിക്ക, റഷ്യ, യുക്രൈൻ പ്രതിനിധികൾ റിയാദിലെ ഒരേ കേന്ദ്രത്തിൽ ഒത്തുകൂടിയതായി വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് CBSന്റെ ഫേസ് ദ നേഷൻ എന്ന പരിപാടിയിൽ പറയുകയുണ്ടായി. കരിങ്കടൽ വെടിനിർത്തലിനപ്പുറം ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിയന്ത്രണ രേഖയെക്കുറിച്ചും ചർച്ച നടക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. റഷ്യ ഏറ്റെടുത്ത യുക്രൈനിയൻ കുട്ടികളുടെ തിരിച്ചുവരവ് ഉൾപ്പെടെയുള്ള നടപടികളും ചർച്ച ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഫെഡറേഷൻ കൗൺസിലിന്റെ വിദേശകാര്യ കമ്മിറ്റിയുടെ ചെയർമാനായ മുൻ നയതന്ത്രജ്ഞൻ ഗ്രിഗറി കരസിൻ, അതുപോലെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് ഡയറക്ടറുടെ ഉപദേഷ്ടാവ് സെർജി ബസേഡ എന്നിവരാണ് റഷ്യൻ സംഘത്തെ പ്രതിനിധീകരിക്കുന്നത്. അമേരിക്ക യുക്രൈൻ ചർച്ചകളിൽ ഊർജ്ജ സൗകര്യങ്ങളും നിർണായകാടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് യുക്രൈൻ പ്രതിരോധ മന്ത്രിയും യുക്രൈൻ പ്രതിനിധി സംഘത്തിന്റെ തലവനുമായ റസ്റ്റം ഉമറോവ് ഫേസ്ബുക്കിലും പറഞ്ഞിരിക്കുന്നു. 2024 റഷ്യൻ സൈന്യം നേട്ടങ്ങൾ കൈവരിച്ചതിനു ശേഷം ട്രംപ് യുദ്ധത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ നയം മാറ്റി. റഷ്യയുമായി ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കുകയും യുക്രൈനുള്ള സൈനിക സഹായം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരിക്കുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ യുക്രൈൻ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തൻ്റെ അയൽ രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന അമേരിക്കയുടെയും നാറ്റോ സഖ്യകക്ഷികൾക്കിടയിലുള്ള ആശങ്കകളെയും പുടിനെ കണ്ട അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് നിസ്സാരവൽക്കരിച്ചിരുന്നു. യൂറോപ്പ് മുഴുവൻ പിടിച്ചെടുക്കാൻ പുടിൻ ആഗ്രഹിക്കുന്നതായി തനിക്ക് തോന്നുന്നില്ല എന്നായിരുന്നു വിറ്റ്കോഫ് പറഞ്ഞത്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ഇത് എന്നും പുടിൻ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും മാരകമായ സംഘർഷം അത് അവസാനിപ്പിക്കുമെന്ന് ട്രംപ് വളരെ കാലമായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ പുടിനുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം യൂറോപ്യൻ സഖ്യകക്ഷികളെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. 80 വർഷത്തിന് ശേഷം റഷ്യൻ വികാസവാദത്തിൽ നിന്ന് യൂറോപ്പിനെ സംരക്ഷിക്കുക എന്ന അമേരിക്കയുടെ വിദേശ നയമാറ്റത്തിന് ഇത് കാരണമാകുമെന്നാണ് അവർ ഭയപ്പെടുന്നത്.